പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവവചനം പ്രഘോഷിക്കുവാൻ അവസരം തന്ന, ആയുസ് തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പകാലത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നതിന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്? നിങ്ങൾ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം പാപമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. യാക്കോബിൻ്റെ ലേഖനത്തിൽ 5 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അതൊരു വിശ്വാസിയുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളതായ പല മാർഗനിർദ്ദേശങ്ങളിലും ഇതിൽ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവകൃപയാൽ നമുക്ക് പല കാര്യങ്ങളും നേടുവാൻ സാധിച്ചിട്ടുണ്ട്. സന്തോഷമായി പോകുന്നു. ഭൗതികമായ ഒത്തിരി നേട്ടങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നാം മുന്നോട്ട് പോകുമ്പോൾ ചില വേളകളിലെങ്കിലും ചില അവസരങ്ങളിലെല്ലാം നാം പലപ്പോഴും ആത്മപ്രശംസയിലേക്ക് കടക്കാറുണ്ട്. ഞാനത് ചെയ്തു, ഇത് ചെയ്തു എന്നെല്ലാം നാം പറഞ്ഞു പോകുന്നു. ആത്മപ്രശംസ അത് പതുക്കെ പതുക്കെ അഹങ്കാരമായി മാറുകയാണ്, വിനയമില്ലാതെയായി മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണല്ലോ. ആയതിനാൽ അക്കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്കൊരു മാറ്റം അനിവാര്യമാണ്. ഇവിടെ നമ്മോട് പറയുന്നത്, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ നിങ്ങൾ കേൾപ്പിൻ. നാളത്തെ ദിവസം നിങ്ങളുടേതല്ലല്ലോ. അവിടെ വീണ്ടും പറയുന്നത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നീടത് മറഞ്ഞു പോകുന്നതുമായ ഒരു ആവിയല്ലോ, വെറും ആവിയല്ലോ നമ്മുടെ ജീവിതമെന്ന് അവിടെ ഉപമിച്ചിരിക്കുകയാണ് മനുഷ്യ ജീവിതത്തെ. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ഒത്തിരി പുരോഗമിച്ചു. എല്ലാം നല്ലത് തന്നെ. അതുകൊണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നാമൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാതിരുന്നതായ പല കാര്യങ്ങളും ഇന്ന് ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സാങ്കേതിക ശാസ്ത്ര രംഗത്തെല്ലാം ഒത്തിരി കണ്ടുപിടുത്തങ്ങളും അഭിവൃദ്ധിയുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട്, ഇതെല്ലാം മനുഷ്യൻ നേടിയതാണല്ലോ എന്ന്. അതുകൊണ്ട് നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളതെല്ലാം അറിയാമല്ലോ എന്ന് പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കാറുണ്ട്. സഹോദരങ്ങളെ, മലയാളത്തിൻ്റെ മഹാകവിയായിരുന്ന നാലപ്പാട്ട് നാരായണമൻ എഴുതിയതായ കണ്ണുനീർത്തുള്ളികൾ എന്ന കാവ്യത്തിൽ മനോഹരമായ കവിതയിൽ പ്രകാരം പാടുന്നുണ്ട്. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു. ഈ ലോകം അനന്തവും അജ്ഞാതവുമാണ്, അത് അവർണ്ണനീയമാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലിരിക്കുന്നതായ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയാം, ലോകത്തിൻ്റെ ഗതിവിഗതികളെല്ലാം എനിക്കറിയാമെന്ന് മനുഷ്യൻ പലപ്പോഴും ചിന്തിച്ച് പോകാറുണ്ട്. കവി പറയുന്നു, പ്രിയപ്പെട്ടവർ, നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം കൊടുന്നനെയാണല്ലോ കടലിലെ തിരമാലകളെല്ലാം കരയിലേക്ക് പെട്ടെന്ന് ആർത്തലച്ചു വന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കടൽ വെള്ളം കരയിലേക്ക് ഇരച്ചു കയറി. സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണി പള്ളിയുടെ മുറ്റത്ത് പോലും വെള്ളം കയറി. പോരാ, നമ്മുടെ കൊച്ചു കേരളത്തിൽ തീരപ്രദേശങ്ങളെല്ലാം
ആ തിരമാലകൾ ഉയർന്നു പൊങ്ങിയപ്പോൾ അന്ന് ഇതാരും മുൻകൂട്ടി ശാസ്ത്രജ്ഞന്മാരോ ആരും മുൻകൂട്ടി പ്രവചിച്ചിരുന്നില്ല. എന്നാൽ ഇതെല്ലാം സംഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ശാസ്ത്രജ്ഞന്മാരും കാലാവസ്ഥാ പ്രവചനം എല്ലാവരും പറഞ്ഞു ഇത് സുനാമിയാണ് എന്ന്. ആ സുനാമി എന്ന ദുരന്തത്തിൽ ലോകമെമ്പാടുമായി ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചു വീണത്. അല്ലെങ്കിൽ അവരുടെ ആ മനുഷ്യരെ ഇതാ കടലിലേക്ക് വലിച്ചെടുത്തത്. അനേകം ആളുകൾ മരിച്ചു വീഴുകയുണ്ടായി. ഇതൊന്നും എല്ലാം ശാസ്ത്രമെല്ലാം ഒത്തിരി വളർന്നു എങ്കിൽ പോലും എല്ലാം എല്ലാ സമയങ്ങളിലും മുൻകൂട്ടി പറയുവാൻ സാധിക്കണം എന്നില്ല. ആയതിനാൽ നാം ചിന്തിക്കേണ്ട കാര്യം ആ ദൈവത്തിങ്കലേൽ ആശ്രയിച്ചാണോ ഞാനും നിങ്ങളും മുന്നോട്ട് പോകുന്നത്? മനുഷ്യ ജീവിതത്തെ വെറും ഒരു ആവിയായി ഇവിടെ നാം വായിച്ച് കേൾക്കുമ്പോൾ നാളെ ഞാൻ ഇന്നത് ചെയ്യുമെന്ന് നമുക്കാർക്കും പറയുവാനായിട്ട് സാധിക്കുകയില്ല. ഇന്നോ നാളെയോ ഞാൻ ഇന്ന പട്ടണത്തിൽ പോയി ഇന്ന ബിസിനസ് ചെയ്യും, വ്യാപാരം ചെയ്യും, അവിടെ ഒരാണ്ട് ജീവിച്ചിരിക്കും, അവിടെ താമസിക്കും, ഇന്ന ലാഭമുണ്ടാക്കും എന്നെല്ലാം നാം പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ പറയരുതേ എന്ന് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം ഇപ്രകാരം പറയാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഇന്ന് നമുക്ക് ശാന്തമായി പരിശോധിക്കുമ്പോൾ ആവർത്തന പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ യഹോവയായ ദൈവം തമ്പുരാൻ മോശയിലൂടെ ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്യുന്നതായ ചില കാര്യങ്ങളുണ്ട്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിൻ്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിൻ്റെ ഹൃദയം നിഗളിപ്പാതിരിപ്പാനും. അവിടെ വചനം പറയുകയാണ്, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴുമെന്ന്. നമുക്ക് പണമുണ്ടെങ്കിൽ നല്ല നല്ല വീടുകൾ പണിയുവാൻ ദൈവം തമ്പുരാൻ അനുവാദം തന്നിട്ടുണ്ട്. പണമുണ്ടെങ്കിൽ അത് ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ, നല്ല ടൈലിടാം, ഗ്രനൈറ്റ് ഇടാം, എല്ലാം ദൈവം തമ്പുരാൻ അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല നല്ല ഭക്ഷണം കഴിക്കാം, ദൈവത്തിൻ്റെ അനുവാദമാണ്. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിൻ്റെ ആടുമാടുകൾ പെരുകി നിനക്ക് സമ്പത്ത് ഏറുമ്പോഴും നമുക്ക് കൃഷി ചെയ്യാം, ബിസിനസ് ചെയ്യാം, ആടുമാടുകളെ വളർത്താം. ഇതെല്ലാം ദൈവം അനുവദിച്ചിട്ടുണ്ട്. വീണ്ടും പറയുന്നു, വെള്ളിയും പൊന്നുമേറി നിൻ്റെ സമ്പത്തെല്ലാം വർദ്ധിക്കുമ്പോഴുമെന്ന്. സമ്പത്തുണ്ടാക്കാം, ന്യായമായ രീതിയിൽ പണമുണ്ടാക്കുവാനായിട്ട്, സമ്പത്ത് വർദ്ധിപ്പിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ അനുവാദമുണ്ട്. ഇതെല്ലാം പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ, ഇതെങ്ങനെയെല്ലാം ചെയ്തു വരുമ്പോൾ, നിനക്ക് സമ്പത്തേറി വരുമ്പോൾ, നീ ഭക്ഷിച്ച് തൃപ്തിയായിട്ട് ജീവിക്കുമ്പോൾ, നീ മനോഹരമായ വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോൾ, നിനക്ക് വെള്ളിയും പൊന്നുമേറി സമ്പത്തെല്ലാം വർദ്ധിക്കുമ്പോൾ, എല്ലാം അങ്ങനെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, അവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിൻ്റെ ഹൃദയം നിഗളിച്ചു പോകരുതേ എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെയോ നിങ്ങളുടെയോ ഹൃദയം നിഗളിച്ചു പോയിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ നല്ല വീടുണ്ടായിരുന്നില്ല, എന്നാൽ ഇന്ന് നല്ല വീടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പട്ടിണിയായിരുന്നു, എന്നാൽ ഇഷ്ടം പോലെ ഭക്ഷിക്കുവാൻ മാർഗമുണ്ട്, നന്നായി ജീവിക്കുവാൻ മാർഗമുണ്ട്. ഇന്ന് സാമ്പത്തിക കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു, ബാങ്ക് ബാലൻസ് ഉണ്ട്, വാഹനങ്ങളായി, സൗകര്യങ്ങളായി എല്ലാം ഉള്ളപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയം അഹങ്കരിച്ചു പോയിട്ടുണ്ടോ, നിഗളിച്ചു പോയിട്ടുണ്ടോ എന്ന് ഇന്നൊന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. വീണ്ടും അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുകയാണ്, എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. വീണ്ടും അടുത്ത വാക്യം പറയുന്നു, നിൻ്റെ ദൈവമായ യഹോവയെ നീ ഓർക്കേണമെന്ന്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നാം പലപ്പോഴും പറയാറുണ്ടല്ലോ, ഇന്ന് ഞാൻ താമസിക്കുന്ന നല്ലൊരു വീട്ടിലാണ്. എന്തുകൊണ്ട്? ഞാൻ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി പണിയെടുത്ത് പൈസയുണ്ടാക്കി, അതുകൊണ്ട് നല്ലൊരു വീട് പണിതു. എൻ്റെ കഴിവാണ്. നാം പലപ്പോഴും പറഞ്ഞു പോകാറില്ലേ? പോരാ, എൻ്റെ മക്കൾക്ക് ഇന്ന് മക്കൾ നല്ല വിദേശത്ത് ജോലി ചെയ്യുകയാണ് കേട്ടോ,
എന്തുകൊണ്ടാണ്? ഞാനാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ചെറുപ്പനാൾ മുതൽ ഏറ്റവും നല്ല സ്കൂളിൽ ഞാൻ കൊണ്ടുചെന്നാക്കി, ഞാൻ പണം കൊടുത്ത് അവരെ പഠിപ്പിച്ചു. പോരാ, ഹയർ സ്റ്റഡീസിൻ്റെ സമയമായപ്പോൾ ഏറ്റവും നല്ല കോളേജ് ഞാൻ തന്നെ തിരഞ്ഞെടുത്ത് പറഞ്ഞു കൊടുത്തു. എല്ലാം ഞാൻ തന്നെ ക്രമീകരിച്ചു, ഞാൻ പണം മുടക്കി. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി. പോരാ, അവർക്ക് നല്ല ജോലിയായി. അന്ന് സ്വദേശത്തോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ നല്ല ജോലിയിലാണ്, നല്ല ലക്ഷങ്ങൾ ശമ്പളമുണ്ട്, നല്ല ബിസിനസ്സുണ്ട്, എല്ലാം ഉണ്ട്. പോരാ, ഞാനാണ് എല്ലാം ക്രമീകരിച്ചത് എന്ന് നാം പറഞ്ഞു പോകാറില്ലേ? വീണ്ടും നാം പറയാറുള്ള മറ്റൊരു കാര്യമാണ്, ഇന്നെനിക്ക് നല്ല ആരോഗ്യമാണ്. എന്തുകൊണ്ടാണ്? ഞാൻ ഏറ്റവും നല്ല ആശുപത്രികളിലേ പോകാറുള്ളൂ, ഏറ്റവും പ്രശസ്തരായ ഡോക്ടർമാരെ ഞാൻ കാണാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് നല്ല ആരോഗ്യമാണ് എന്ന് നാം പറഞ്ഞു പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്, ഇതെൻ്റെ കഴിവാണ് എന്ന് നാം പറയുമ്പോൾ ഇവിടെ വചനം പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയെ നീ ഓർത്തുകൊള്ളണം കേട്ടോ, ദൈവത്തെ മറന്നു പോകരുതേ എന്ന് യഹോവയായ ദൈവം തമ്പുരാൻ മോശയിലൂടെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞുവെങ്കിൽ ഇന്ന് ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്, മോനെ മോളെ, നീ എന്നെ മറന്നു പോകല്ലേ, എൻ്റെ മഹത്വം നീ എടുക്കല്ലേ എന്ന് പറയുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്ന്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ ദൈവത്തെ മറന്നുപോയി ആ ദൈവത്തിൻ്റെ മഹത്വം ഞാനും നിങ്ങളും സ്വയം ഏറ്റെടുക്കുകയാണോ? ആത്മപ്രശംസ നമുക്കുണ്ടാവുകയാണോ? അതിലൂടെ അഹങ്കാരം ഉണ്ടാവുകയാണോ? അതിലൂടെ വിനയം ഇല്ലാതെ പോവുകയാണോ? അതിലൂടെ ദൈവത്തെ മറന്നു പോവുകയാണോ? നാം ചിന്തിച്ചേ മതിയാകൂ. ആയതിനാൽ നാം എന്താണ് ചിന്തിക്കേണ്ടത്? അവിടെ വചനം നമ്മൾ ആദ്യം വായിച്ചതുപോലെ ഞാൻ ഇന്നത് ചെയ്യുമെന്നല്ല നാം പറയേണ്ടത്. അവിടെ വീണ്ടും പറയുന്നുണ്ടല്ലോ, ഇതാ ഇപ്പോൾ കാണുന്നതും അല്പം കഴിയുമ്പോൾ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ നമ്മുടെ ജീവിതം എന്ന് വചനം പറയുമ്പോൾ നാളത്തെ നമ്മുടെ അവസ്ഥ എന്താണ് നാം ആരും ചിന്തിക്കാറുണ്ടോ? വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ പറഞ്ഞ സംഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിന് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നു. എറണാകുളത്തുള്ളതായ ഏറ്റവും പ്രശസ്തമായ ഹോസ്പിറ്റലിൽ വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ കൊണ്ടുചെന്നാക്കി. അവിടെ കൊണ്ടുചെന്നു ഡോക്ടർ പരിശോധിച്ചു. ഈ മകൻ എന്നോട് പറഞ്ഞ കാര്യം വച്ചാൽ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് പരിചയമുണ്ട്. അവർ പരിശോധിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, നിങ്ങളുടെ പിതാവിന് വളരെ സീരിയസാണ്, ഇവിടെ ഈ ആശുപത്രിയിൽ ആ ചികിത്സ കൊണ്ട് പ്രയോജനമുണ്ടാകാൻ തോന്നുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യമുണ്ടല്ലോ, പണമുണ്ടല്ലോ, നിങ്ങൾ വിദേശത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അവിടെ ചികിത്സിക്കുന്നത് നല്ലതാണ്, ഞങ്ങളതിനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാം, വളരെ പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ. അങ്ങനെയൊന്നും പറയുവാൻ സമയം കിട്ടില്ല. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഏത് വിദേശ രാജ്യത്ത് കൊണ്ടുപോകുവാനുള്ളതായ ക്രമീകരണം സൗകര്യമുണ്ടായിരുന്നുവെന്ന്. ഇത് ഒരു അതിശയോക്തിപരമായി പറഞ്ഞതല്ല. കാരണം ഏകദേശം 3000-ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്നതായ ഒരു വലിയ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു ഇവരുടെ പിതാവ്. സഹോദരങ്ങളെ, എന്നാൽ ഇതൊന്നും പറയുവാൻ സാധിച്ചില്ല. അവിടെ ആശുപത്രിയിൽ ചെന്നു. ഒരല്പസമയം, അരമണിക്കൂറിനുള്ളിൽ ഈ മനുഷ്യൻ മരണം മൂലം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, പണമുണ്ടായിരുന്നു, അല്ല ഏത് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാൻ സാഹചര്യമുണ്ടായിരുന്നു, എന്തു വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ ഇതൊന്നും സാധിച്ചില്ല. അതുകൊണ്ട് വചനം പറയുകയാണ്, ഇപ്പോൾ കാണുന്നതും അല്പനേരം കഴിയുമ്പോൾ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. നാളെ എനിക്ക് ഇന്നത് ചെയ്യുവാൻ സാധിക്കുമെന്ന് നമുക്കാർക്കും പറയുവാനായിട്ട് സാധിക്കുകയില്ല. സഹോദരങ്ങളെ, ആയതിനാൽ ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് ഇന്ന് എന്തെല്ലാമുണ്ടോ, കർത്താവ് എനിക്കിന്ന് ആയുസ്സുണ്ടെങ്കിൽ നീയാണ് എനിക്ക് ആ ആയുസ് തന്നത്. എൻ്റെ കൂടെ പഠിച്ചതായ പല കൂട്ടുകാരും മരണം മൂലം മാറ്റപ്പെട്ടു പോയപ്പോൾ എനിക്കും ആയുസ്സുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ യേശുവേ നീ ദാനമായി തന്നതാണ്. എനിക്കൊരു നല്ല വീട് ഇന്ന് എനിക്കുണ്ടെങ്കിൽ അത് നീ ദാനമായി തന്നതാണ്. ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ, മാതാപിതാക്കളുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ, സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം യേശുവേ നീ ദാനമായി തന്നതാണ് എന്നുള്ളതായ ബോധ്യം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ആ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ, അവനെ ആരാധിക്കുവാൻ സാധിക്കുകയുള്ളൂ, വിനയപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ
നമ്മൾ ആദ്യം വായിച്ചതായ ആ യാക്കോബിൻ്റെ ലേഖനം നമ്മൾ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വീണ്ടും പറയുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തിന് ഇഷ്ടമാണ് എങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നതിന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. നാം ചിന്തിക്കേണ്ടത്, എൻ്റെ യേശുവിന് ഇഷ്ടമാണ് എങ്കിൽ, ദൈവമേ നിനക്ക് ഹിതമാണ് എങ്കിൽ ഞാൻ ജീവിച്ചിരുന്ന് ഇന്നതിന്നത് ചെയ്തു കൊള്ളാമെന്ന് നാം പറയുമ്പോഴാണ് ആ ദൈവകൃപയിലേക്ക് നമ്മൾ നടക്കുന്നത്. വീണ്ടും അതിന് 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് അത് പാപം തന്നെയെന്ന്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നന്മ ചെയ്യുവാൻ അവസരം കിട്ടുമ്പോൾ അത് ചെയ്യാതിരിക്കാറുണ്ടോ? സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 27-ാം വാക്യത്തിൽ ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ നമ്മോട് പറയുന്നുണ്ട്, നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യരായിരിക്കുന്നവർക്ക് ചെയ്യുവാൻ മറക്കരുത് എന്ന്. നമുക്ക് നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ, ദൈവം തമ്പുരാൻ നമുക്ക് പണം തന്നിരിക്കുമ്പോൾ, അല്ല സമ്പത്ത് തന്നിരിക്കുമ്പോൾ, ജോലി തന്നിരിക്കുമ്പോൾ, അതിൽ നിന്ന് വരുമാനം ലഭിക്കുമ്പോൾ, കൃഷിമേഖല തന്നിരിക്കുമ്പോൾ, അതിൽ നിന്ന് നമുക്ക് നന്മ ചെയ്യുവാനായിട്ട് എന്തെങ്കിലും ഒന്നും എടുത്ത് മാറ്റിവെച്ചുകൊണ്ട്, ദശാംശമായിക്കോട്ടെ അല്ല കുറച്ചെങ്കിലും ആയിക്കോട്ടെ, അതൊന്ന് മാറ്റിവെക്കുകയും അതിന് യോഗ്യരായിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ അത് കൊടുക്കാതിരിക്കുകയും ചെയ്താൽ, നന്മ ചെയ്യാതിരിക്കുകയും ചെയ്താൽ അത് പാപമാണ്, തെറ്റാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കാമോ? ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല, ചെയ്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ അത് ചെയ്യുവാൻ തീരുമാനിക്കുമെന്ന് ഒരു ചെറിയ തീരുമാനം ഇന്ന് എടുക്കുവാനായിട്ട് സാധിക്കുമോ? സഹോദരങ്ങളെ, ആയതിനാൽ ആ ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, യേശുവേ ഇന്ന് എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നീ തന്നതാണ് എന്നുള്ളതായ ആ ബോധ്യത്തോടെ, വിനയത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ശലോമോൻ നമ്മോട് പറയുന്നുണ്ട്, നാശത്തിന് മുൻപേ മനുഷ്യൻ്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിന് മുൻപേ താഴ്ച എന്ന്. ഇന്ന് പലപ്പോഴും സമ്പത്തും സൗകര്യങ്ങളുമെല്ലാം ഉണ്ടായിട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ നാം തിരിച്ചറിയേണ്ടതായ കാര്യം നാശം അടുത്തു വരികയാണ് എന്നുള്ളതാണ്. നാശത്തിന് മുൻപേ മനുഷ്യൻ്റെ ഹൃദയം ഗർവിക്കുന്നു, ഗർവമുള്ള ഹൃദയമാവുകയാണ്. എന്നാൽ മാനത്തിന് മുൻപേ താഴ്ചയുണ്ടാകുന്നു, വിനയമുണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് വിനയത്തോടെ മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്താൽ നാളെ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അത് സംശയമില്ലാത്ത കാര്യമാണ്. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം തന്നെത്താൻ താഴ്ത്തപ്പെടുമെന്ന് വചനം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ യേശുവിൽ ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് വിനയപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. തന്നെയുമല്ല, 1 പത്രോസ് 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, പത്രോസിക നമ്മോട് പറയുന്നുണ്ട്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു എന്ന്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ആയതിനാൽ ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് തീരുമാനമെടുക്കേണ്ടത്, ഇത്രയും കാലം ഞാൻ നിഗളിച്ചു പോയി, ഇത്രയും കാലം ഞാൻ അഹങ്കരിച്ചു പോയി. എന്നാൽ കർത്താവേ, ഇന്ന് ഈ തിരുവചന ശുശ്രൂഷ എനിക്ക് ബോധ്യമാവുകയാണ്, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ വിനയപ്പെട്ടുകൊണ്ട് ഇനിയുള്ള നാളുകൾ എല്ലാം നീ തന്നതാണ് എന്നുള്ളതായ ബോധ്യത്തോടെ നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ എന്നെ യോഗ്യനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലും ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത് എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ദാനമായി തന്നതാണ്. ഇതെല്ലാം ദൈവം തന്നിട്ടും ലഭിച്ചതല്ല എന്നുള്ളതായ, ഞാൻ നേടിയതാണ് എന്നുള്ളതായ അഹങ്കാരത്തോടെ മുന്നോട്ട് പോവുകയാണോ? നമുക്കറിയാം, ഇന്നലെ രാത്രി നാം കിടന്നുറങ്ങി, ഇന്ന് രാവിലെ നാം എഴുന്നേറ്റുവെങ്കിൽ ആ ദൈവകൃപയാണ്. നാം രാവിലെ എഴുന്നേറ്റു പോരാ, ആ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ കാല് നിലത്തേക്ക് വെച്ചപ്പോൾ കാലൊന്ന് തെന്നിപ്പോയിരുന്നുവെങ്കിൽ, കാലൊന്ന് വളഞ്ഞു പോയെങ്കിൽ നാം വീണു പോയേനെ. എന്നാൽ അത് സംഭവിച്ചിട്ടില്ല. ആ ദൈവത്തിൻ്റെ കൃപയാണ്. രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുവാൻ സാധിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് നമുക്ക് ആ ബോധ്യത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുമോ? പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും
രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഇപ്രകാരം നമുക്ക് ബോധ്യമുണ്ടാകുന്നുവെങ്കിൽ ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും, രണ്ടു നേരവും പ്രാർത്ഥിക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ പാപത്തോട് വിട പറഞ്ഞുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുവാൻ സാധിക്കും. എന്നും ഈ ബൈബിൾ വായിക്കുവാൻ സാധിക്കും. പോരാ, ഞായറാഴ്ച ഒരു ദിവസമുണ്ട് എങ്കിൽ ആ ഞായറാഴ്ച മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് വലിയ ദാഹത്തോടെ കുടുംബസമേതം പള്ളിയിലേക്ക് ആരാധനയ്ക്കായിട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് തീരുമാനമെടുക്കാം. ഞാൻ ജീവിച്ചിരുന്ന ദൈവകൃപയാൽ ഞാൻ ജീവിച്ചിരുന്നത്, ദൈവമേ നിൻ്റെ കൃപയാൽ എനിക്ക് ഇന്നതൊക്കെ ചെയ്യുവാൻ സാധിക്കണമേ എന്ന് പറയുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ഞാൻ ഇന്നത് ചെയ്യും, എൻ്റെ ശക്തിയാൽ ഇന്നത് ചെയ്യുമെന്നുള്ളതായ അഹങ്കാരം മാറ്റിവെച്ചുകൊണ്ട്, ആത്മപ്രശംസ മാറ്റിവെച്ചുകൊണ്ട് വിനയത്തോടെ ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്കൊരു നിമിഷം കൂടി ചേർന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ബോധ്യമായി ഞങ്ങൾ വിനയപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, തീരുമാനമെടുക്കുന്നു. ആത്മപ്രശംസ മാറ്റിവെച്ചുകൊണ്ട്, അഹങ്കാരം മാറ്റിവെച്ചുകൊണ്ട്, യേശുവേ ഇന്ന് ഉള്ളതെല്ലാം നീ തന്നതാണ് എന്നുള്ളതായ ബോധ്യത്തോടെ കർത്താവെ നിന്നെ സ്തുതിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ ആവശ്യഭാരങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുമ്പോൾ ഞങ്ങളുടെ ഇഷ്ടമല്ല കർത്താവെ, നിൻ്റെ ഹിതം പോലെ നടത്തി നിറവേറ്റി തരുമാറാകണമേ. എല്ലാം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ ചോദിക്കുമ്പോൾ പിതാവാൻ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമള്ളി ചെയ്യുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.